സ്വർഗവാണിയുടെ മനോഹരമായ ഒരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. വീണ്ടും സ്വർഗവാണി എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ വിളിച്ചവരും കിട്ടാത്തവരുമായിട്ടുള്ള അനേകരുണ്ട്. നിങ്ങൾക്കെല്ലാം ഇന്ന് വിളിക്കാനുള്ള ടൈമുണ്ട്. നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക. നമ്മുടെ ഫസ്റ്റ് കോളർ ലൈനിലുണ്ട്. നമുക്ക് കോൾ എടുത്തതിന് ശേഷം തിരിച്ചു വരാം. ഹലോ ഹലോ, കേൾക്കാമോ? കേൾക്കാം. സ്വർഗവാണിയിലേക്ക് സ്വാഗതം. ഇതാരാണ്? എന്റെ പേര് ഷീബ എന്നാണ്. ഷീബ ചേച്ചി എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ പാലയെന്നാണ്. പാല. ഓക്കെ. പാലായിൽ എന്തുണ്ട് വിശേഷം? പാലയൊക്കെ മഴയും മഴയുടെ ഇതായിട്ടൊക്കെ നടക്കുന്നു പാല. ആണല്ലേ? എല്ലാം കേരളത്തിൽ എല്ലായിടത്തും ഇപ്പൊ നല്ല മഴയാ. പക്ഷെ ഇപ്പൊ ഈ 2 ദിവസമായിട്ട് ഇച്ചിരി കുറവുണ്ടല്ലേ? അതെ, ഇച്ചിരി കുറവുണ്ട്. ഇച്ചിരി വെയിലൊക്കെ കാണുന്നുണ്ട്. ഓക്കെ. ഫാമിലി ഒക്കെ കൂടെ ഉണ്ടോ? ഉണ്ട്. ഫാമിലി മക്കളാരും ഇല്ല, ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ആണോ? മക്കളൊക്കെ? മക്കൾ എവിടെ? മോള് യുകെയിലെ, മോൻ ദുബായിലെ. ആണല്ലേ? ഓ, എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ ചേച്ചി? എല്ലാം ദൈവത്തിന്റെ കൃപയാലല്ലേ ഇരിക്കുന്നുള്ളത്. അതെ അതെ, ദൈവത്തിന്റെ നമ്മുടെ പ്രോഗ്രാം ഒക്കെ കാണാറുണ്ടോ? തീർച്ചയായിട്ടും കാണാറുണ്ട്. സ്വർഗവാണി നമ്മുടെ ഈ വേൾഡ് ടു വേൾഡ് ചാനലിനോട് ചേർന്നൊരു ബൈബിൾ മ്യൂസിയം ഉണ്ട്, അതറിയാമോ? അറിയാം. ഞങ്ങള് ഒരു പ്രാവശ്യം വന്ന് കണ്ടതാ അവിടെ. ആണല്ലേ? ഇപ്പൊ ഒരു ബൈബിള് ഒരു വലിയ ഗിന്നസ് ബുക്കിൽ കയറി ഒരു ബൈബിളിന്റെ അതെ അതെ. ഓക്കെ, എത്രയും പെട്ടെന്ന് താമസിക്കണ്ട, നേരത്തെ പോന്നേക്ക് കേട്ടോ. തീർച്ചയായിട്ടും. ഞങ്ങൾക്ക് വേണ്ടിട്ട് ഏത് പാട്ടാണ് ഇന്ന് പാടുന്നത്? പാടാൻ ഇതില്ല. ഞാൻ ഒരു മഴയും തോരാത്തില്ല, ഒരു കാറ്റും അതിന്റെ 2 വരി മൂളിക്കോ? ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല. 2 വരി മൂളാൻ പറഞ്ഞു. അനുസരണയുള്ള ഷീബ ചേച്ചി 2 വരി മൂളി. അതെ, 2 വരി തന്നെ മൂളിയത് വലിയ കാര്യം. നമ്മുടെ കർത്താവിനെ പാട്ടോടെ സ്തുതിക്കാനാ പറയുന്നേ. അതെ, പാട്ട് ഭയങ്കര ഇഷ്ടാ. പിന്നെ അത് നമ്മള് പ്രാർത്ഥനയ്ക്കൊക്കെ പാട്ട് പാടുമെന്നല്ലാണ്ട് ഇങ്ങനെ വെളിയിലങ്ങനെ പാടത്തില്ല. പാട്ട് ഭയങ്കര ഇഷ്ടാ. പാട്ട് കേൾക്കാനും പാടാന് ദൈവം കൃപ തന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാറുണ്ട് പലപ്പോഴും, പക്ഷെ തന്നിട്ടില്ല. ദൈവം അതിനുള്ള അവസരങ്ങളൊക്കെ ഇനി തരട്ടെ. എന്തായാലും ചേച്ചി വിളിച്ചതിൽ ഒത്തിരി സന്തോഷം. എല്ലാരും നിങ്ങൾ തിരക്കിയെന്ന് പറയുക. നിങ്ങളുടെ പ്രാർത്ഥനകളിലൊക്കെ ഞങ്ങളെയും ഓർക്കുക, നമ്മുടെ ചാനലിനെ ഓർത്ത് പ്രാർത്ഥിക്കുക. വീണ്ടും വിസിറ്റ് ചെയ്യുക കേട്ടോ. തീർച്ചയായിട്ടും. ഓക്കെ. അപ്പം ഇന്ന് ഞങ്ങൾ ചേച്ചിക്ക് വേണ്ടി പാടിത്തരണമെന്ന് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു സജഷൻ സോങ് ഉണ്ടോ? ഇത് തന്നെ ആയിരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ട്. ആണല്ലേ? ഒരു മഴയും തോരാതെ. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിനകത്ത് ഞങ്ങൾ അത് ആ സോങ് ആഡ് ചെയ്യാം കേട്ടോ. ഓക്കെ. അപ്പൊ ദൈവം അനുഗ്രഹിക്കട്ടെ. വീണ്ടും വിളിക്കണേ. തീർച്ചയായിട്ടും. താങ്ക് യു. ഓക്കെ, ശരി. ഓക്കെ. പാലായിൽ നമ്മുടെ ഷീബ ചേച്ചിയാണ് വിളിച്ചത്. ഷീബ ചേച്ചി പറഞ്ഞൊരു കാര്യം ശ്രദ്ധിച്ചോ? ഷീബ ചേച്ചിക്ക് പാടാൻ കൃപ തന്നിട്ടില്ലെന്ന്. പക്ഷെ ആ 2 പേര് നല്ലതായിട്ട് ചേച്ചി പാടി. ആ ചേച്ചി അങ്ങനെ ചിന്തിച്ചു വെച്ചേക്കുന്നതാ. അപ്പം ഷീബ ചേച്ചി പറഞ്ഞൊരു സോങ് ഉണ്ട്, നമുക്ക് ഈ ദിവസം അത് പാടണം. ഈ എപ്പിസോഡിൽ നമുക്കത് പാടിയിരിക്കണം. ഇന്ന് രാവിലെ നമുക്ക് എൻ്റെ ദൈവം മഹത്വത്തിൽ ആദരവാനായി ജീവിക്കും. നമുക്ക് ആ ഒരു പാട്ടിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നാളെ
എൻ്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോൾ സാധു ഞാനീ ക്ഷോണി തന്നിൽ ക്ലേശിപ്പാൻ ഏതും കാര്യമില്ലെന്നിൻ്റെ ഉള്ളം ചൊല്ലുന്നു. ഏതും കാര്യമില്ലെന്നിൻ്റെ ഉള്ളം ചൊല്ലുന്നു. ഇന്നത്തെ ദിവസം നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട ഒരു പാട്ടോടെ നമ്മുടെ ഇന്നത്തെ ദിവസം നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ഈ പാട്ട് പാടാനായിട്ട് മെയിൻ ഒരു കാരണം, നമ്മുടെ പ്രേക്ഷകർ വിളിക്കുന്നവരെല്ലാം അവരുടെ സന്തോഷങ്ങളും ദുഃഖങ്ങളും ഒക്കെ നമ്മളുമായിട്ട് ഷെയർ ചെയ്യാറുണ്ട്. അപ്പം ഈ കാണുന്ന എല്ലാ പ്രേക്ഷകരോടും നമുക്ക് പറയാനുള്ളത്, നാളെ കൊണ്ടൊരു വിചാരം വേണ്ട. കാരണം ഓരോ നാളും നമ്മളെ റൈറ്റ് ടൈമിൽ നമുക്ക് വേണ്ടി കരുതുന്ന ഒരു കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഒരു ആശ്വാസം. അപ്പം ഇന്നത്തെ ഈ പാട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ജീവിതത്തിൽ മുൻപോട്ടുള്ള ദിവസങ്ങൾ ഒരു ബലം ആകുമെന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ അടുത്ത കോളർ വെയിറ്റിങ്ങിലാണ്. നമുക്ക് ആ കോൾ എടുത്തതിന് ശേഷം തിരിച്ചു വരാം. ഹലോ ഹലോ, സ്വർഗവാണിയിലേക്ക് സ്വാഗതം. താങ്ക് യു. ഇതാരാണ് വിളിക്കുന്നത്? ഞാൻ പ്രിയ, നിരണത്തിൽ നിന്നും പ്രിയ. ചേച്ചി എന്തുകൊണ്ട് വിശേഷമൊക്കെ? വിശേഷമൊക്കെ സുഖമായിട്ട് പോകുന്നു. സന്തോഷമായിട്ട് പോകുന്നു. സ്ഥിരമായിട്ട് നമ്മുടെ സ്വർഗവാണി എന്ന പ്രോഗ്രാം കാണാറുണ്ടോ? കാണാറുണ്ട്. ആണല്ലേ? ഓക്കെ ഓക്കെ. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിൽ ഹസ്ബൻഡ് മോൻ എന്ത് ചെയ്യുന്നു? മോൻ ഡിഗ്രി കഴിഞ്ഞു, ബികോം. ആണോ? അടുത്തൊരു സ്റ്റേജിലോട്ട് പോകാനായിട്ട് നിൽക്കും അല്ലേ? അത് തന്നെ. ഓക്കെ. ഹയർ സ്റ്റഡീസിന് പോവാൻ ട്രൈ ചെയ്തോണ്ടിരിക്കുക. പിന്നെ നമ്മുടെ ചർച്ച് വിശ്വാസികൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? എല്ലാ ചർച്ചിലെ വിശ്വാസികൾ എല്ലാവരോടും പോയി ഷെയർ ചെയ്യേണ്ട ഒരു കാര്യം ഞങ്ങൾ പറയുക. നമ്മുടെ വേൾഡ് ടു വേൾഡ് ചാനലിനോട് ചേർന്നിട്ട് ഒരു ബൈബിൾ മ്യൂസിയം ഉണ്ട്, അറിയാമോ? ട്രിവാൻഡ്രത്ത്. അപ്പൊ നെക്സ്റ്റ് ടൈം എല്ലാരും കൂടെ ചേർന്ന് ഒരു ട്രിപ്പായിട്ട് ഇങ്ങ് പോന്നേക്കണം കേട്ടോ. നമ്മൾ എന്ന ദിവസവും ധ്യാനിക്കുന്ന ദൈവവചനത്തിന്റെ കുറേയും കൂടി ആഴമേറിയ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. അതെ അതെ. അപ്പം ഒരു ടൂറൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇങ്ങ് പോരണം കേട്ടോ. ഓക്കെ പ്രിയ ചേച്ചി, അപ്പൊ ഞങ്ങൾക്ക് വേണ്ടി ഇന്ന് ഏത് പാട്ടാ പാടുന്നേ? പാട്ട് പറയാ. ഓ പറഞ്ഞോളൂ ഏത് പാട്ടാ? ഓക്കെ, ഇന്ന് മേഘേ വന്നിടും. അപ്പം ഷീബ ചേച്ചിക്ക് വേണ്ടിട്ട്, ഞങ്ങൾ കുടുംബത്തിന് വേണ്ടിട്ട് ഞങ്ങൾ ഈ പാട്ട് പാടുന്നതായിരിക്കും കേട്ടോ. അപ്പൊ വീണ്ടും വിളിക്കണേ. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. ശരി. അപ്പൊ നമ്മളെ വിളിച്ചത് നിരണത്തിൽ നിന്ന് പ്രിയ ചേച്ചിയാണ്. ചേച്ചി നല്ലൊരു പാട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. പാട്ട് പാടാൻ അറിയാമായിരിക്കാം, മേ ബി ചമ്മലായിരിക്കാം. എങ്കിലും നമുക്ക് ചേച്ചി ഒരു പാട്ട് നമ്മളോട് പാടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ പാട്ട് പാടിയതിന് ശേഷം നമുക്ക് തിരിച്ചു വരാം.
വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പാട്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ്. ഇതിൻ്റെ എല്ലാ വരികളും ഭയങ്കര ഇഷ്ടമാണ്. ഓരോ സ്റ്റാൻസ 3 സ്റ്റാൻസയുണ്ട്. നമുക്ക് നമ്മുടെ ടൈം നമുക്ക് വളരെ ലിമിറ്റഡ് ആണ്. അപ്പോൾ നമുക്ക് എല്ലാം പാടണമെന്ന് ആഗ്രഹമുണ്ട്. നമ്മുടെ അടുത്ത കോളർ വെയിറ്റിങ്ങിലാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചു വരാം. ഹലോ ഹലോ, സ്വർഗവാണിയിലേക്ക് സ്വാഗതം. താങ്ക് യു. ഇതാരാ വിളിക്കുന്നത്? ഞാന് തോമസ് അങ്കിൾ. എവിടെയാണ് വിളിക്കുന്നത്? പാലക്കാട്. ഓ ശരി. ഞങ്ങളുടെ ഒരു ഇഷ്ടമുള്ള പ്ലേസ് വിളിച്ചിട്ടുണ്ടോ തോന്നുന്നു അങ്കിള്? നേരത്തെ അതെ. അങ്കിള് നേരത്തെ വിളിച്ചിട്ടുണ്ടോ? മുമ്പ് ഒരു പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്. ആണല്ലേ? ഓക്കെ. പാലക്കാട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമുള്ള സ്ഥലമാണ് കേട്ടോ. അതെയാണോ? പാലക്കാട് എവിടെയാണ് അങ്കിളെ സ്ഥലം? പാലക്കാട് ഒരുപാട് കാണാനുള്ള സൗകര്യങ്ങളുണ്ട്. മലമ്പുഴ. ഓ ശരി. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് വൈഫുണ്ട്, 2 കുഞ്ഞുങ്ങളുണ്ട്. അങ്കിളെ മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? വലുതായി, ഒരാൾ എഞ്ചിനീയറാണ്. ഓ ശരി. അങ്കിള് ജോലിയാണോ അതോ ബിസിനസ് എന്താണ്? ഞാന് ബിസിനസ് തീർന്നു, ഇപ്പൊ വയസ്സായിരിക്കുക. അപ്പൊ ടൈം കിട്ടുമ്പോഴൊക്കെ ഇങ്ങനെ സ്വർഗവാണിയിലോട്ടൊക്കെ വിളിച്ചല്ലേ? അതെ, ഇതൊക്കെയുള്ളൂ ഒരു സന്തോഷം. അതെ. അങ്കിളപ്പം ആ ഒരു സന്തോഷത്തിൽ നമ്മുടെ സ്വർഗവാണി പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നല്ലൊരു പാട്ട്, 2 വരി പാട്ട് പാട്. മുഴുവൻ പാട്ടൊന്നും അറിയത്തില്ല. ഓ കണ്ണുനീരിൻ താഴ്വരയിൽ കരയുന്ന വേളകളിൽ, കണ്ണുനീരിൻ താഴ്വരയിൽ കരയുന്ന വേളകളിൽ കൈവിടില്ലൻ കർത്തനന്റെ കണ്ണുനീരെല്ലാം തുടയ്ക്കും സാധു എന്നെ കൈവിടാതെ നാഥൻ എന്നും നടത്തിയിടുന്നു. ഇത്രേ അറിയത്തുള്ളൂ. അയ്യോ മതി, ധാരാളം. നമുക്ക് പാട്ട് പൊതുവെ എല്ലാ ആൾക്കാർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അപ്പൊ ആ പാട്ടുകളിൽ നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് പാട്ടുകളുണ്ടല്ലേ? അതെ. നമുക്ക് എല്ലാ സന്ധ്യാപ്രാർത്ഥനയ്ക്കൊക്കെ പാടി പ്രാർത്ഥിക്കുന്ന ഒരു പാട്ടാണിത്. ഒത്തിരി നല്ല ബ്ലെസ്സഡ് ഒരു സോങ് ആണ്. അപ്പൊ ഞങ്ങൾ ഇന്ന് അങ്ങനെ വേണ്ടി പാടിത്തരേണ്ട ഒരു പാട്ട് ഏതാ? ഈ പാട്ട് തന്നെ ആയിക്കോട്ടെ. ഓക്കെ, ഈ പാട്ട് തന്നെ ഞങ്ങൾ അങ്കിളിന് വേണ്ടി പാടാം. നല്ല അർത്ഥമുള്ള പാട്ടാണ്. അതെ, ഒത്തിരി അർത്ഥമുള്ള പാട്ടാണ്. അപ്പൊ ഇനി വീണ്ടും വിളിക്കണം കേട്ടോ അങ്കിളെ. തീർച്ചയായും. എല്ലാരും തിരക്കിന്ന് പറഞ്ഞേക്കും, ഞങ്ങളുടെ എല്ലാ അന്വേഷണം പറഞ്ഞേക്കും കേട്ടോ. ഓക്കെ ഓക്കെ അങ്കിളെ, ശരി. അപ്പം പാലക്കാട് നമ്മുടെ തോമസ് അങ്കിളാണ് വിളിച്ചത്. അങ്കിൾ നേരത്തെ വിളിച്ചിട്ടുണ്ട്. ആ ഒരു ടോൺ കേട്ടപ്പോൾ എനിക്ക് തോന്നി അങ്കിൾ വിളിച്ചിട്ടുണ്ടെന്ന്. അങ്കിൾ നല്ല ഏറ്റവും ബ്ലെസ്ഡ് ആയിട്ടുള്ളൊരു സോങ് നമുക്ക് വേണ്ടി പാടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ആ പാട്ടിൻ്റെ ചില വരികൾ തോമസ് അങ്കിളിന് വേണ്ടിയിട്ട്. അന്ത്യത്തോളം ചിരകടിയിൽ അവൻ കാത്തിടും ധരയിൽ. അന്ത്യത്തോളം ചിരകടിയിൽ അവൻ കാത്തിടും ധരയിൽ. ആപത്തിലും ചിറകടിയിൽ നമ്മളെ കാത്തിരുന്ന ആ നല്ല കർത്താവിനെ നമുക്ക് കിട്ടിയ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല ഭാഗ്യമാണ്.
നമ്മുടെ തോമസ് അങ്കിളിനോട് പാടാൻ പറഞ്ഞപ്പോഴേ ചാടി ഈ പാട്ടാണ് പാടിയത്. കാരണം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തോട് ചേർന്നിരിക്കുന്നൊരു പാട്ടാണ്. അദ്ദേഹത്തിൻ്റെ നല്ല കർത്താവിനെ സ്നേഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ ഒരു ഫേവറേറ്റ് സോങ് ആണ് സാധു എന്നെ കൈവിടാതെ. അപ്പം ഈ പാട്ടൊക്കെ പാടുന്ന നമ്മുടെ പ്രേക്ഷകർക്ക് ഒത്തിരി അനുഗ്രഹമാണ്. നമ്മുടെ അടുത്ത കോളർ വെയിറ്റിലാണ്, നമുക്കത് കഴിഞ്ഞിട്ട് തിരിച്ചു വരാം. സ്വർഗവാണിയിലേക്ക് സ്വാഗതം. ഇതാരാ വിളിക്കുന്നത്? ഞാൻ വിളിക്കുന്നത്, എന്റെ പേര് വർഗീസ്, തിരുവല്ല തിരുവല്ല വർഗീസ്. അങ്കിളെ എന്തുകൊണ്ട് വിശേഷമൊക്കെ? സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിരിക്കുന്നു, സന്തോഷമായിരിക്കും. ഓക്കെ, അങ്കിൾ എന്ത് ചെയ്യുവാ? ജോലിയാണോ ബിസിനസ് ആണോ? ഞാനിപ്പോ വിദേശത്ത് ആയിരുന്നു, ഞാൻ ഇപ്പൊ റിട്ടയർഡ് ആയി നാട്ടിൽ വന്ന് ചെറിയ ബിസിനസ് ഒക്കെ ആയിട്ട് കഴിയുക. ആണല്ലേ? വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിൽ എന്റെ വൈഫുണ്ട്, മോനുണ്ട്. ഓക്കെ. സ്വർഗവാണി എന്നുള്ള നമ്മുടെ പ്രോഗ്രാം കാണാറുണ്ടോ? വല്ലപ്പോഴും കാണാറുണ്ട്. ആണല്ലേ? അങ്കിൾ നമ്മുടെ വേൾഡ് ടു വേൾഡ് ചാനലിനോട് ചേർന്നിട്ട് ഒരു ബൈബിൾ മ്യൂസിയം ഉണ്ട്, അതറിയാമോ? അതിനെക്കുറിച്ച് അറിയാമോ? ഇല്ല. നമുക്ക് നമ്മുടെ ബൈബിളിനെ കുറിച്ച് ആഴമേറിയ കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ടും അതുപോലെ തന്നെ അതിന്റെ കുറെ വിഷ്വൽസ് ഒക്കെ നമ്മുടെ ഈ മ്യൂസിയത്തിലുണ്ട്. മ്യൂസിയമാണ്, ബൈബിൾ മ്യൂസിയം. അപ്പം നമുക്ക് ഒത്തിരി അറിവുകൾ, നമുക്ക് ദിനംപ്രതി വായിക്കുന്ന നമ്മുടെ ബൈബിളിന്റെ അതായത് അതിനെക്കുറിച്ച് കുറച്ചും കൂടെ ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാനായിട്ട് കഴിയും. അപ്പം ഒരു ചർച്ചിലൊക്കെ പറയുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ദിവസത്തെ വൺ ഡേ ഒരു ടൂർ പ്ലാൻ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ മ്യൂസിയം ഒരു ഭയങ്കര ബ്ലെസ്സിങ് ആയിരിക്കും. ഞാൻ കേട്ടിട്ടുണ്ട്. എവിടെയാണ് ഈ മ്യൂസിയം? കൊല്ലത്തോ? കൊല്ലത്തല്ല, വെമ്പായം. നമ്മുടെ വേൾഡ് ടു വേൾഡ് ചാനലിനോട് ചേർന്ന മ്യൂസിയം. വെമ്പായം എന്ന് പറയുമ്പോൾ ട്രിവാൻഡ്രം. ഞാൻ കേട്ടിട്ടുണ്ട്. ഞങ്ങളുടെ ചർച്ചയിൽ നിന്ന് ടൂർ ചെയ്യണമെന്ന് ഞങ്ങളെ ഒരാൾ പറയുന്നുണ്ടായിരുന്നു അതിനെക്കുറിച്ച്. ആണല്ലേ? അപ്പം തീർച്ചയായിട്ടും ഒത്തിരി താമസിക്കാതെ തന്നെ പോര് കേട്ടോ. ഒത്തിരി എല്ലാ ദിവസവും നമുക്ക് വിസിറ്റേഴ്സ് ഉണ്ട്. അത് നമുക്ക് വിസിറ്റേഴ്സ് എന്നതിലുപരി നമുക്കതൊരു ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആണ്. നമുക്ക് ഒത്തിരി കൂടെ ആഴത്തിൽ അറിയാൻ പറ്റുക എന്ന് പറയുന്നതേ. ഇപ്പോഴെനിക്ക് ഓർമ്മ, ഞങ്ങളുടെ ചർച്ചിൽ ആരോ പറയുന്നുണ്ടായിരുന്നു ബൈബിൾ മ്യൂസിയത്തിൽ പോകണമെന്ന്. ആണല്ലേ? അപ്പം ഒട്ടും താമസിക്കേണ്ട, എത്രയും പെട്ടെന്ന് വന്നേക്ക് കേട്ടോ. ശരി. അപ്പം അങ്കിളെ ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി 2 വരി പാട്ട് പാടാൻ പറ്റുമോ? പാടാം എനിക്ക്. ഓക്കെ, അപ്പൊ ഒരു 2 വരി ഒരു പാട്ടിന് 2 വരി. യേശുവോടു ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനാ ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. യേശുവോടു ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനാ ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. ശ്രേഷ്ഠമേറും നാട്ടിലെന്റെ വാസമാക്കുവാൻ ശോഭയേറും വീടെനിക്കൊരുക്കിടുന്നവൻ. കൈകളാൽ തീർക്കാത്ത നിത്യപാർപ്പിടം തന്നിൽ പാണിടുന്ന നാളിനായി ഞാൻ നോക്കി പാർക്കുന്നേ. യേശുവോടു ചേർന്നിരിപ്പതെത്ര യേശുവിനാ ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. അങ്കിളെ വളരെ മനോഹരമായിട്ട് പാടി കേട്ടോ. അപ്പൊ ഞങ്ങൾ ഇന്ന് അങ്കിളിന് വേണ്ടി ഒരു പാട്ട് അങ്ങോട്ട് പാടി തരുന്നുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് അങ്കിളിന് വേണ്ടി ഒരു പാട്ട് ഈ എപ്പിസോഡിൽ പാടും കേട്ടോ, കുടുംബത്തിന് വേണ്ടിയിട്ട്. ആണോ? അപ്പൊ ഞങ്ങൾ തീർച്ചയായിട്ടും വീണ്ടും വിളിക്കുക. ഞങ്ങൾ അങ്കിളിന് വേണ്ടി ഒരു പാട്ട് പാടി തരുന്നതാണ് കേട്ടോ. ശരി, ഓക്കെ അങ്കിളെ, ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ. അപ്പം വർഗീസ് അങ്കിൾ നല്ലൊരു പാട്ടൊക്കെ പാടി തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഇന്ന് വർഗീസ് അങ്കിളിന് അങ്ങോട്ടൊരു പാട്ട് പാടി കൊടുക്കണം. അദ്ദേഹം നമ്മുടെ ബൈബിൾ മ്യൂസിയം ഒക്കെ വിസിറ്റ് ചെയ്യാനായിട്ട് വരണമെന്ന് ആഗ്രഹിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊരു പാട്ട് പാടിയിട്ട് തിരിച്ചു വരാം. I'm
എപ്പിസോഡ് തീരാനായിട്ടുള്ള സമയമായിരിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ കോളേഴ്സൊക്കെ ഒത്തിരി ഹാപ്പി ആയിരുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് കിട്ടാത്തവരായിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അപ്പം ഇന്ന് ഞങ്ങളെ ഇതുവരെയും വിളിച്ചിട്ട് കിട്ടിയില്ല എന്ന് കംപ്ലൈൻറ്റ് പറയുന്നവരൊന്നും വിഷമിക്കേണ്ട, നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ അങ്ങനെ ഇന്നത്തെ നമ്മുടെ ദിവസം വളരെ അനുഗ്രഹമായി ആയിരുന്നു നമുക്ക്. ഇന്നത്തെ ദിവസം പല കോളേഴ്സ് ഞങ്ങളെ വിളിച്ചിട്ട് കിട്ടാത്തവരായിട്ടുണ്ട്. നിങ്ങളൊന്നും വിഷമിക്കേണ്ട, വീണ്ടും വിളിക്കുക. അപ്പം ദൈവം എല്ലാവരെയും തൻ്റെ ചിറകടിയിൽ സൂക്ഷിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തേക്ക് താൽക്കാലികമായി വിടവാങ്ങുന്നു.